എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ, നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു കൊച്ചു കവിതയാണ്. കവിതയുടെ പേര് ദ സീഡ്ലിംഗ്. എഴുതിയിരിക്കുന്നത് പോൾ ലോറൻസ് ഡൺബാർ എന്ന പ്രശസ്തനായ അമേരിക്കൻ കവിയാണ്. നിങ്ങൾക്ക് കവിത ഇഷ്ടമാണോ? കവിതകൾ വെറും വാക്കുകളല്ല, അവയ്ക്കൊരുപാട് അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ കവിത മതി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ. അങ്ങനെയുള്ളൊരു കവിതയാണ് ദ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ചെറിയ തൈ, അല്ലെങ്കിൽ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടി, അല്ലേ? അപ്പോ ഈ ചെറിയ ചെടി നമ്മളോട് എന്താണ് പറയാൻ വരുന്നതെന്ന് നോക്കിയാലോ? റെഡിയല്ലേ? ആവേശത്തോടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറില്ലേ? പരീക്ഷ വരുമ്പോൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അപ്പോഴേക്കും നമ്മൾ എന്തു ചെയ്യും? ചിലപ്പോൾ നമ്മൾ തളർന്നുപോകും, അല്ലേ? എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് തോന്നിപ്പോകും. എന്നാൽ ഈ കവിത നമ്മളോട് പറയുന്നത് ഒരിക്കലും തളരരുതെന്നാണ്. പ്രശ്നങ്ങളെ ഒരവസരമായി കാണണം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. ഈ കവിതയിലെ കുഞ്ഞു ചെടി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം കവിതയുടെ ഓരോ ഭാഗം വായിക്കാം, എന്നിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിതിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്, ടു ഇറ്റ്സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇറ്റ് സെഡ്. എന്താണ് ഈ വരികളിൽ പറയുന്നത്? ഒരു ചെറിയ മിണ്ടാട്ടമില്ലാത്ത ഒരു വിത്ത്, ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്, അതിന്റെ ഇരുണ്ട കിടക്കയിൽ, ആൻഡ് ഡാർക്സം ബെഡ്, കിടക്കുകയാണ്. വിത്തിന്റെ കിടക്ക എവിടെയാണ്? മണ്ണിനടിയിൽ, അല്ലേ? ആ ഇരുണ്ട സ്ഥലത്തിരുന്ന് ആ വിത്ത് അതിനോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഹായ്, രസമുണ്ടല്ലേ? ഒരു വിത്ത് സംസാരിക്കുന്നു. കവി ഇവിടെ വിത്തിന് ജീവൻ നൽകുകയാണ്. ഇതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ വിത്ത് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ? ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മോമെന്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. ആ വിത്ത് പറയുകയാണ്, ഞാൻ അത്ര വലിയ ശക്തനൊന്നുമല്ല. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കരുത്തുള്ള, ആരോഗ്യമുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ആ വിത്തിനറിയാം താനൊരു ദുർബലമായ ചെറിയ വിത്താണെന്ന്. എന്നാൽ എന്നിട്ട് അത് തളർന്നുപോയോ? ഇല്ല, അത് പറയുകയാണ്, എന്നാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും. ബട്ട് ഐ'll ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. ഇതൊരു ചെറിയ വാക്കാണെങ്കിലും ഇതിന് വലിയ ശക്തിയുണ്ട് കൂട്ടുകാരെ. എന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും എന്ന ആ ഒരു തീരുമാനം. ആ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഫ്രം ദാറ്റ് മോമെന്റ്, ആ ചെറിയ വിത്തിന്റെ ജീവിതത്തിലെ ജോലി ആരംഭിച്ചു. ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. എന്താണൊരു വിത്തിന്റെ ജോലി? വളരുക, ഒരു ചെടിയാകുക, പൂക്കുക, കായ്ക്കുക, അല്ലേ? ആ വലിയ യാത്രയുടെ തുടക്കം കുറിച്ചത് ആ ഒരൊറ്റ തീരുമാനത്തിലാണ്. അപ്പോ നമ്മളെന്തു പഠിച്ചു? നമ്മുടെ കുറവുകളെക്കുറിച്ച് ഓർത്തു വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ആ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നുറച്ച തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. അതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി, അല്ലേ? ശരി, ഇനി ആ വിത്ത് എന്തു ചെയ്തെന്ന് നോക്കാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് വേ. തീരുമാനമെടുത്താൽ മാത്രം മതിയോ? പോരാ, പ്രവർത്തിക്കണം. ആ വിത്ത് അത് ചെയ്തു. അതതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞിലയെ, അല്ലെങ്കിൽ എ ലിറ്റിൽ ലീഫ്ലെറ്റ്, മുകളിലേക്ക് തള്ളിവിട്ടു. എവിടേക്ക്? മണ്ണിനടിയിലെ ഇരുണ്ട സ്ഥലത്തുനിന്ന് മുകളിലെ വെളിച്ചത്തിലേക്ക്, അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ. എന്തിനാണ് ആദ്യം ഒരു ഇലയെ മാത്രം പുറത്തേക്ക് വിട്ടത്? ചുറ്റുപാടുകളൊന്ന് പരിശോധിക്കാൻ, ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. എന്നിട്ടോ ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും, ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. അതായത് ആ ആദ്യത്തെ ഇലയാണൊരു വഴികാട്ടി. അത് പുറംലോകം കണ്ടുകഴിഞ്ഞാൽ തണ്ടിനും മറ്റിലകൾക്കും ധൈര്യമായി മുകളിലേക്ക് വരാം. ഇത് വലിയൊരു കാര്യമാണ്. ഏതു വലിയ കാര്യവും തുടങ്ങുന്നത് ഇങ്ങനെയുള്ളൊരു ചെറിയ ധീരമായ ചുവടുവെപ്പിലൂടെയാണ്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. ദെൻ 2 other leaflets heard it and quickly followed them. അങ്ങനെ പുറത്തു വന്ന ആ കുഞ്ഞിയിലേക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടു. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട്. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ കാഴ്ച, അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം.
പുറംലോകം കൊള്ളാമെന്ന് മനസ്സിലാക്കിയ ഇല എന്തു ചെയ്തെന്നോ? അത് അതിന്റെ സഹോദരനായ തണ്ടിനെ ബ്രദർ സ്റ്റെം എന്ന് വിളിച്ചു. ഹായ്, ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലേ? ആ വിളി കേട്ടപ്പോൾ വേറെ രണ്ടിലകൾ കൂടി അവരുടെ പിന്നാലെ പുറത്തേക്ക് വന്നു. ക്വിക്ലി ഫോളോഡ് ദം. നോക്കൂ, ഒരാൾ ധൈര്യം കാണിച്ചപ്പോൾ മറ്റുള്ളവർക്കും ധൈര്യമായി. ഒരാൾ വഴി കാണിച്ചപ്പോൾ ഒരുപാട് പേര് ആ വഴിയിലൂടെ വന്നു. ഒരു ടീം വർക്ക് പോലെയല്ലേ? എല്ലാവരും കൂടെ ഒരുമിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വിത്ത് മുളച്ച് ഇലകളൊക്കെ പുറത്തേക്ക് വന്നു. ഇനി എന്ത് സംഭവിച്ചെന്ന് നോക്കാം. The haste and hurry made the seedling sweat and pant, but almost before it knew it, it found itself a plant. ഈ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. ആ ചെടിക്ക് ഒരുപാട് തിടുക്കമായിരുന്നു. ഹേസ്റ്റ് ആൻഡ് ഹറി, വേഗം വളരണം, വലുതാകണം എന്നൊക്കെ. ആ വേഗത കാരണം ആ ചെടി വിയർത്തു, കിതച്ചുപോയി. നമ്മൾ ഓടിയിടയ്ക്ക് വരുമ്പം കിതയ്ക്കില്ലേ, അതുപോലെ. അത്രയ്ക്കും കഠിനാധ്വാനം ആ ചെടി ചെയ്തു. പക്ഷേ അതിന്റെ ഫലമെന്തായിരുന്നു? അത് സ്വയം അറിയുന്നതിന് മുൻപ് തന്നെ, അതായത് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ്, അതൊരു ചെടിയായി മാറിയിരുന്നു. വിത്തിൽ നിന്നതൊരു പൂർണ്ണമായ ചെടിയായി മാറി. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? നമ്മൾ നമ്മുടെ ജോലിയിൽ 100% ശ്രദ്ധ കൊടുത്ത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ വിജയം നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തേടിയെത്തും. ഫലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുക, അതാണ് പ്രധാനം. ഇനി ചെടിയായി മാറിയതിനു ശേഷം എന്ത് സംഭവിച്ചു? The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. ചെടി മണ്ണിനു മുകളിലെത്തിയപ്പോൾ പ്രകൃതി അതിനെ സഹായിക്കാൻ തുടങ്ങി. സൂര്യൻ അതിന്റെ പ്രകാശം ചെടിക്ക് മുകളിലേക്ക് ചൊരിഞ്ഞു. ദ സൺഷൈൻ poured upon it. മേഘങ്ങൾ മഴ നൽകി. ദ ക്ലൗഡ്സ് they gave a shower. സൂര്യപ്രകാശവും വെള്ളവും കിട്ടിയപ്പോൾ ആ ചെടിക്ക് സന്തോഷമായി. അത് വീണ്ടും വളരാൻ തുടങ്ങി. ദ ലിറ്റിൽ പ്ലാന്റ് kept growing. അങ്ങനെ വളർന്നു വളർന്ന് അവസാനം അതൊരു പൂവായി മാറി. till it found itself a flower. എന്ത് രസമാണല്ലേ, ഒരു ചെറിയ വിത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം മനോഹരമായൊരു പൂവായി മാറി. ഇവിടെ സൂര്യനും മഴയുമൊക്കെ പ്രകൃതിയുടെ സഹായമാണ്. അതുപോലെ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായാൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ടീച്ചർമാർ, മാതാപിതാക്കൾ, കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ആ സഹായവും കൂടിയാവുമ്പോൾ നമുക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഇതുവരെ കവി ആ ചെടിയുടെ കഥയാണ് പറഞ്ഞത്. ഇനി കവി നമ്മളോട്, കുട്ടികളോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട വരികളാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ. Little folks, be like the seedling. Always do the best you can. Every child must share life's labor just as well as every man. കവി പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ലിറ്റിൽ ഫോക്സ്, നിങ്ങൾ ആ ചെടിയെപ്പോലെയാകണം. എന്താണ് ആ ചെടിയുടെ പ്രത്യേകത? അതെപ്പോഴും അതിന് കഴിയുന്നതിന്റെ പരമാവധി ചെയ്തു. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. ഓരോ കുട്ടിയും ജീവിതത്തിലെ ജോലികൾ പങ്കുവയ്ക്കണം. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. ഏതുപോലെ? മുതിർന്ന ഒരു പുരുഷനെ പോലെ. ജസ്റ്റ് as വെൽ as എവരി മാൻ. അതായത് കുട്ടികളാണെന്ന് കരുതി വെറുതെ ഇരിക്കരുത്. ഓരോരുത്തർക്കും ഈ ലോകത്ത് ഓരോ ജോലികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ ഭംഗിയായി ചെയ്യണം. ഇനി കവിതയുടെ അവസാന വരികൾ നോക്കാം. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ് ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വെർച്യൂസ് ഫെയർ അൺഫെയ്ഡിംഗ് ഫ്ലവേഴ്സ്. നിങ്ങൾ ആ ചെടിയെപ്പോലെ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ സൂര്യനും മഴയും നിങ്ങളെ സഹായിക്കും. എപ്പോൾ? നിങ്ങളുടെ ഒറ്റപ്പെട്ട കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയങ്ങളിൽ. ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള സമയങ്ങൾ വരും. ആ സമയങ്ങളിൽ ഈ സഹായങ്ങൾ നമുക്ക് തുണയാകും. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വെളിച്ചത്തിലേക്കും സൗന്ദര്യത്തിലേക്കും ഉയർത്തപ്പെടും. എന്ത് സൗന്ദര്യമാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ നല്ല ഗുണങ്ങളെയാണ്. വെർച്യൂസ് ഫെയർ. ധൈര്യം, സത്യസന്ധത, സ്നേഹം, കരുണ, കഠിനാധ്വാനം, ഇതൊക്കെയാണ് ആ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ ഒരിക്കലും വാടാത്ത പൂക്കളെ പോലെയാണ്. അൺഫീഡിംഗ് ഫ്ലവേഴ്സ്. നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ നമ്മൾ നേടുന്നത് പണമോ പ്രശസ്തിയും മാത്രമല്ല, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഈ നല്ല ഗുണങ്ങൾ കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഈ ചെറിയ കവിത നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ആത്മവിശ്വാസത്തോടെ, കഠിനാധ്വാനത്തിലൂടെ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് നമുക്ക് വിജയത്തിലെത്താം, നല്ല മനുഷ്യരായി മാറാം. എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായോ? ഇതിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-600-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.